അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന, എൻ്റെ ഉപ്പ എപ്പോഴും കേൾപ്പിച്ച് തരുന്ന ഒരു സോങ് കേട്ടോ. ഞാൻ ഉപ്പൻ്റെ ഒരു കാസറ്റിൽ കേട്ടതാണ്, ഇപ്പോഴൊന്നല്ല, ഞാൻ കുഞ്ഞാളിലെങ്ങാണ്ടോ കേട്ടതാണ്. പക്ഷെ അത് യൂട്യൂബിൽ അടിച്ചപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ ഇടയിൽ ഇൻസ്റ്റയിലും ഞാൻ കേട്ടു ഒരാൾ ചൊല്ലുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്ന് ചൊല്ലിയാലോ. എന്താണ്, ഭയങ്കര അർത്ഥവത്തായിട്ടുള്ളൊരു സോങ് കേട്ടോ. എല്ലാ സോങ്ങിനും ഉണ്ട്, സോങ്സിനെ കുറ്റം പറയില്ല. പക്ഷെ ഇത് കവാലി ഒന്നുമല്ല, സത്യത്തിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സോങ്. അപ്പോൾ ഞാനത് എന്നെക്കൊണ്ട് പറ്റുമില്ല, ഞാനമ്മ ചൊല്ലാണ്. അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കുക. അതിൽ തന്നെ ഉണ്ട് എന്താണ്, നമ്മളൊക്കെ മനുഷ്യരാണല്ലേ. ഇന്ന് കണ്ട് അടുത്ത ടൈം എന്തെന്ന് പോലും അറിയില്ല. അതാണ് നമ്മുടെ ലൈഫ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ ചോദിക്കും. ഇപ്പം എൻ്റെ ഉമ്മ മിക്സി വാങ്ങും, ഉമ്മ ചോദിച്ചു ഇതിന് എത്ര ഗ്യാരണ്ടിന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമുക്കറിയില്ലല്ലോ നമുക്കെത്ര ഗ്യാരണ്ടിന്ന്. അതാണ് അവസ്ഥ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. ഞാൻ അതൊന്ന് ചൊല്ലാം. സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിന്റെ നേരം, ചികിത്സ സഫലി കരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും. സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിന്റെ നേരം, ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും. അഹംഭാവക്കാരൻ അഴിമതി വീരൻ ആരോടും ചൂടാത്ത ശൂരൻ, അമരക്കാരൻ സമരക്കാരൻ, അമരക്കാരൻ സമരക്കാരൻ, അസ്റായീലിൻ്റെ മുന്നിൽ നിസാരൻ, അസ്റായീലിൻ്റെ മുന്നിൽ നിസാരൻ. സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിന്റെ നേരം, ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കും എല്ലാവരും. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് ആളുകൾ കേട്ടതായിരിക്കും. പക്ഷെ സത്യമല്ലേ, നമ്മൾ ഒരു എല്ലാത്തിനും എടുക്കാനാണ്, വമ്പനാണ് അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വമ്പത്തരും ഇതോടെ കഴിയും. ഇസ്രായേലിൻ്റെ മുന്നിൽ നമ്മളൊക്കെ നിസ്സാരനാണ്. നമുക്കൊരു സമയമുണ്ട്, പഠിച്ചറമ്പ് ഇച്ചിരി ഇന്ന സമയത്ത് നമ്മൾ പോകുന്നു. എല്ലാത്തിനും നമുക്ക് എക്സ്ക്യൂസ് ഉണ്ട് അല്ലേ. അപ്പോൾ വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ഭയങ്കര ജാട, അല്ലെങ്കിൽ ആ പണമുള്ള ആ ഒരു അഹങ്കാരം എല്ലാം ഉണ്ട്. പക്ഷേ പഠിച്ചവൻ്റെ മുമ്പിൽ എല്ലാവരും കണക്കാണ്. അതേപോലെ പഠിച്ചവൻ വിളിച്ചാൽ നമ്മൾ ആ സ്പോട്ടിൽ പോകും. ഉറപ്പല്ലേ. മരണം സത്യമാണ്. ഞാൻ മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, മരണം ഒരു സത്യമാണ്. അപ്പോൾ ആ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ കേട്ടിട്ടാണോ അവൾ കഴിഞ്ഞ്. അങ്ങനെ ഒന്നുമില്ല, എൻ്റെ കാര്യം എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഞാനും പഠിച്ചവനായിട്ടുള്ള കരാറാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തിയും പുറമേ നിന്ന് നമ്മൾ വിലയിരുത്തരുത്. അവൾ അങ്ങനെയാണ്, അവനിങ്ങനെയാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അറിയുന്നത് റബ്ബിന് മാത്രമാണ്. പിന്നെ ഇതെൻ്റെ ഒരു ജോലീൻ്റെ ഭാഗമാണ്. എൻ്റെ ജോലിയായിട്ട് ഞാനിത് കണക്കാക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്, ഞാനിങ്ങനെ പറയുന്നുണ്ട്. മീൻസ് ഞാൻ ലൈവിൽ വരുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്, ഷോർട്സ് വരുന്നുണ്ട്. അത് പലരും പല വിധത്തിലാവാൻ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പഠിച്ചൊരു കാര്യമാണ്. ഒരാൾ ഓർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും, ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഞാൻ അപ്പോൾ അതുകൊണ്ടൊന്നും നേടില്ല. ആ ടൈം വേസ്റ്റ് ആവുകയുള്ളൂ. ആ സമയം, ഈ സമയം കടന്നു പോകും. അതേപോലെ എൻ്റെ ആയാലും നിങ്ങളായാലും ഒരാൾക്ക് വേണ്ടി ആവരുത് നമ്മുടെ ജീവിതം, നമുക്ക് വേണ്ടിയാവണം. അത് നല്ല രീതിക്ക്. ഞാൻ
തെറ്റായ രീതിക്കല്ല കേട്ടോ പറഞ്ഞത്. കാരണം ഒരാളെ ബോധ്യപ്പെടുത്തല്ല, റബ്ബിനെ മാത്രം നമ്മൾ ബോധിപ്പിച്ചാൽ മതി, വേറെ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട. പിന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ. നെഗറ്റീവ് പറഞ്ഞെന്ന് വെച്ച് നമ്മൾ തളരാഞ്ഞാൽ മതി. അങ്ങനെ ഓൾറെഡി ഞാൻ തളർന്ന ആളാണ്, പക്ഷെ ഇനി അങ്ങോട്ട് തളരൊന്നുമില്ല. പറയുന്നവർക്ക് പറയാം, ഇതിലേക്കിട്ട് അതിലേ വിടും. അതിനാണല്ലോ 2 ചെവി പഠിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ജീവിതം അധികവും പ്രയാസമായിട്ട് തോന്നുന്നത് മറ്റൊരാളെ കണ്ടുപഠിക്കുമ്പോഴാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഒരാളെ കണ്ടിട്ട് എനിക്കങ്ങനെ ആവണം തോന്നുമ്പോഴാണ് ജീവിതം പ്രയാസമാകുന്നത്. നമ്മൾ നമ്മളായിട്ട് സിമ്പിളായിട്ട് ജീവിച്ചാൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല, മനസ്സമാധാനം വേണം, ആരോഗ്യം വേണം അല്ലേ? എന്ത് കൊട്ടാരുണ്ടെങ്കിലും കാര്യമില്ല. അതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ ആകെ ഈ ജീവിതത്തിൽ എല്ലാവർക്കും നല്ലത് പറയാൻ നമ്മൾ ഇടവരുത്താം. ഇന്നിപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു പയ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ അവിടുന്ന് ഷോപ്പ് ചെയ്യാറുണ്ട്. അപ്പം അവിടെയുള്ള ആ പയ്യൻ മരിച്ചിട്ടുണ്ട്. വലിയ ഏജുള്ള ആളൊന്നുമല്ല കേട്ടോ, 25 26 അങ്ങനെ വയസ്സൊക്കെ ഉള്ളൂ. ഭയങ്കര സ്നേഹമാണ് എന്നെയായിട്ടും ഉമ്മയായിട്ടൊക്കെ. അവൻ്റെ ഉപ്പ എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടാണ്. ചിലർക്ക് അറിയാൻ മതിയായിരിക്കും, കിണാശ്ശേരി എന്ന സ്ഥലത്ത് ലിയ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമ അവരുടെ മോനാണ് മരിച്ചത്. മരിച്ച കുട്ടീൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്. എന്നായിട്ടൊക്കെ ഭയങ്കര ഞാൻ വാട്സപ്പിലാണല്ലോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഡ്രസ്സിൻ്റെതൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു തരും. അത് മതിയോ ഇത് മതിയോ എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് രാത്രിയായാലും വന്നിട്ട് പെരുന്നാളിനൊക്കെ തരലാണ്. ആകെ ഷോക്കായിപ്പോയി. എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും സത്യത്തിൽ ഇന്ന് ലേറ്റായിട്ടാണ് ഞാൻ വന്നത്. എന്താ പറയുക, വല്ലാത്ത സങ്കടം. നമ്മുടെ വീണത്തെ വരെ ചോദിച്ചിട്ടോ മോളെ ഇതാരാണ്. അപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നത്. ഞാൻ സത്യം പറഞ്ഞത് കണ്ണിൽ ആരോ പോയ പോലെ. കാരണം അങ്ങനെ നിൽക്കുന്നില്ല, എല്ലാവർക്കും മരണമുണ്ട്, പക്ഷെ അങ്ങനെ അത്രയും അടുത്ത് നിൽക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ ഉമ്മക്കാണെങ്കിൽ ഓൾറെഡി BP ഉള്ള ആളാണ്. ഉമ്മ ഫുള്ള് കരച്ചിൽ തന്നെ. അപ്പോൾ ഒന്നേ പറയുള്ളൂ, നമ്മളൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ പഠിച്ചറപ്പ് അവൻ്റെ ഖബറ് വിശാലാക്കി കൊടുക്കട്ടെ, പരലോക ജീവിതം സുഖകരമാക്കി കൊടുക്കട്ടെ. അങ്ങനെ എല്ലാവരും നമ്മൾ എന്താ പറയുക, ആകെയുള്ള കുഞ്ഞു ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുക, പഠിച്ച ടോപ്പിക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. എൻ്റെ ഈ കുഞ്ഞു വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.